അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 15-ാമത്തെ രാവിലാണ് നമ്മളുള്ളത് അല്ലേ? പകുതി കഴിഞ്ഞു. ഒരുപാട് നന്മകൾക്ക് അള്ളാഹു അവസരം നൽകട്ടെ. നമ്മൾ ചെയ്ത നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നോമ്പനുഷ്ഠിച്ചു, അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, സദഖകൾ കൊടുത്തു, നമ്മുടെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, നമ്മുടെ മജ്ലിസുകൾ സ്ഥിരമായി പങ്കെടുക്കുന്നു. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നും നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി ഈ സമയം നമുക്ക് റബ്ബിന് പൊരുത്തപ്പെടുന്ന സമയമായി കിട്ടണം. അതിനാണ് നമ്മുടെ ഈ മജ്ലിസ് തുടങ്ങി. അതുപോലെ നമ്മോട് ദുആ വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് അവരുടെ സങ്കടങ്ങൾ പറയാനും അവരുടെ വിഷമങ്ങൾക്ക് പറഞ്ഞ് നമുക്കൊന്ന് ദുആ ഇറക്കാൻ. കഴിഞ്ഞ ദിവസം അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കിഡ്നി രണ്ടും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിവെക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല ഉസ്താദെ. മാറ്റിവെക്കാനുള്ള സാമ്പത്തികമായ പ്രയാസത്തിലാണ്. അതിന് സാമ്പത്തികമായ ഒന്നുമില്ല. അതുപോലെ തന്നെ ഡോണറെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. അതല്ലാതെ മറ്റൊരു പരിഹാരത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫായി കിട്ടാനൊക്കെ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള മാരക രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇല്ലേ? ആ സഹോദരൻ അള്ളാഹു ശിഫാ നൽകട്ടെ. അതുപോലെ ആരൊക്കെ രോഗികളായി കഴിയുന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു ശമനം നൽകട്ടെ. അതുപോലെ മാനസികമായി ടെൻഷനിൽ കഴിയുന്ന, കുടുംബപരമായി വഴക്കിൽ കഴിയുന്ന പല സഹോദരങ്ങളും എത്രയാണ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവർ. അള്ളാഹു എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകാൻ, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ മാറിയിട്ട് സമ്പന്നനായി കിട്ടാൻ. സമ്പത്ത് വേണം. സമ്പത്ത് എന്തിനാണ്? ഇതല്ലാതെ ഫഖർ വന്നു കഴിഞ്ഞാൽ, ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ, കാദൽ ഫഖറു അയ്യകൂന കുഫാറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ അങ്ങനെ കാണാം. എന്ത്? കുഫർ അല്ല, ഫഖർ, ദാരിദ്ര്യം, അത് കുഫറിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഫഖർ, ദാരിദ്ര്യം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വഴിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ എന്ത് ഹറാമും ചെയ്യാൻ തയ്യാറാവും മനുഷ്യൻ. എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ജീവിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഫഖർ വരാതെ, ദാരിദ്ര്യം വരാതെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനോട് എപ്പോഴും ദുആ ഇറക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹു ആണ് ഐശ്വര്യം നൽകുന്നവൻ. അവൻ ഗനിയാണ്. ഗനിയാണ് കേട്ടോ. അപ്പൊ ആ ഗനിയ് എന്ന നാമം നമ്മൾ റബ്ബിനെ വിളിക്കുകയാണ്. യാ ഗനിയു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഓരോ വിളിയിലും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ കരുതണം, റബ്ബേ എനിക്ക് നീ ഖൈറായ സമ്പത്ത് നൽകണേ അല്ലാഹ്, ഖൈറായ സമ്പാദ്യം നൽകണേ എന്നിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വിളിക്കാം. യാ ഗനിയു യാ അല്ലാഹ്, 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 യാ ഗനിയു യാ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, സമ്പാദ്യം നൽകണേ അല്ലാ, ഉള്ള സമ്പാദ്യത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നു, അവരുടെ കടയിൽ കച്ചവടം കുറവാണ് എന്ന് പറഞ്ഞു ആരക്കാൻ ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു നല്ല കച്ചവടം നൽകി അനുഗ്രഹിക്കട്ടെ, ഉയർച്ച നൽകട്ടെ, ഇല്ലേ, ഖൈറായ സമ്പാദ്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു ഖൈറായ മാല് കൊണ്ട് സന്തോഷം നൽകട്ടെ, ഇല്ലേ. നമുക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയാൽ എന്ത് ചെയ്യാം, ദീനിനെ സഹായിക്കാൻ അത് ഉപകരിക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപകരിക്കും, ഇല്ലേ. പിശുക്കന്മാരാകാൻ പാടില്ല. സമ്പാദ്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് സമ്പാദ്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് തീർന്നു പോകുമോ എന്ന് കരുതിയിട്ട് ആർക്കും കൊടുക്കാതിരിക്കാൻ അങ്ങനെ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം, സാധുക്കളെ സഹായിക്കണം. അതിലൂടെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ, അല്ലേ. സ്വതക്ക കൊടുത്താൽ ഇടം വർദ്ധിക്കുകയുള്ളൂ, നമ്മുടെ വിപത്തുകൾ മാറിപ്പോവും, ഇടങ്ങേറുകൾ മാറിപ്പോവും. കഴിഞ്ഞ ദിവസം അപകടത്തിൽ വണ്ടി ഇടിച്ചിട്ട് ഒരു വിദ്യാർത്ഥി, ഒരു മകൻ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് വീണ് മരണപ്പെട്ടത്. 2 ദിവസത്തെ തെരച്ചിലൊക്കെ നടത്തിയിട്ട് അവസാനം അദ്ദേഹത്തിന്റെ ജനാസ കിട്ടി, കബറടക്കം കഴിഞ്ഞു. ഇങ്ങനെ എന്ത് ചെയ്തു, മലപ്പുറം ജില്ലയിൽ, അല്ലേ. അപ്പം അത്തരത്തിൽ എന്ത് ചെയ്യുക, അപകടങ്ങളിൽ പെട്ടുപോകുക. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന ആൾ വൈകുന്നേരം ജനാസയായിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥ, അല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്കൊരു കഴിവുമില്ല, റബ്ബിനാണ് എല്ലാ കഴിവുള്ളത്. അപ്പൊ റബ്ബ് കഴിവുള്ളവരാണ്, നമുക്കൊരു കഴിവുമില്ല, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല എന്ന് നമ്മൾ പറയാണ്. അതിനെന്ത് ചെയ്യണം, ലാ ഹൗല വലാ ഖുവ. ആ ദിക്ർ നല്ലോണം ചെല്ലണം, ഹൗഖല ദിക്ർ എപ്പോഴും ചെല്ലണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്കത് ചെല്ലാം. لا حول ولا قوة إلا بالله العلي العظيم. 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 അള്ളാഹു സ്വീകരിക്കട്ടെ, അല്ലേ. നമുക്ക് അള്ളാഹു കഴിവ് നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലേ. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് സ്വലാത്ത് ഇല്ലിട്ട് നമുക്ക് സാധാരണ പോലെ ദുആ ഇറക്കാം. എല്ലാവരും നല്ല മുറാദുകളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട്, റബ്ബ് ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാ എന്ന് നല്ല നിയ്യത്തിൽ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അറിയുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് തന്നെ നമുക്ക് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ 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 മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹ് നീ പുന്നാര നബി തങ്ങളുടെ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബാ അല്ലാ മർഹബാ മർഹബാ ജദൽ ഹുസൈനി യാ റസൂലല്ലാ മർഹബാ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗദത്തുൽ ഫിർദൗസിലെ ചേറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബാ അല്ലാ മർഹബാ മർഹബാ ജദൽ ഹുസൈനി യാ റസൂലല്ലാ മർഹബാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ഇറക്കാം. നിങ്ങളൊക്കെ ആമീൻ പറയണം. ഖൈറായ നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകാൻ, നമ്മുടെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ, നമ്മുടെ ഈ ദുആ ആമീൻ കൊണ്ട് നമ്മുടെ ദുആന് ഇജാബത്ത് കിട്ടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ആമീൻ പറയാം. എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ദുആ ഇറക്കാം ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد غفاراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാഹ്, കടബാധ്യതകൾ തീർക്കണേ അല്ലാഹ്, ആരോഗ്യം നന്നാക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. റബ്ബേ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും നീ മാപ്പ് നൽകണേ അല്ലാ. ചെയ്ത തെറ്റുകാരണം ഒരു ബലായിലും ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാ. റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയതും പറഞ്ഞതും ഓതിയതുമെല്ലാം ഹബീബായ നബി തങ്ങളുടെ ദർബാറിലേക്ക് എത്തിക്കണേ അല്ലാ. മറ്റമ്പിയാക്കൾ ഔലിയാക്കൾ മുഴുവൻ മഹാന്മാരുടെയും ഹലറാത്തുകളിലേക്ക് നീ ചേർക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ ഒന്ന് നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ എത്രയെത്ര മുഅ്മിനീങ്ങളാണ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഉപ്പമാരുണ്ട്. റബ്ബേ ഞങ്ങളുടെ കൂട്ടുകാർ പലരും ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നീ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാ. ഈ ദുആ ചെയ്യുന്നവൻ എത്ര വലിയ മോശക്കാരനാണെങ്കിലും റബ്ബേ ആമീൻ പറയുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ഇഖ്ലാസ് ഉള്ളവരാണ് അല്ലാ, ഈമാൻ ഉള്ളവരാണ് അല്ലാ, ഈ യഖീൻ ഉള്ളവരാണ് അല്ലാ. അവരുടെ ദുആ
ദുആഇനെ ഒന്ന് നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസിനും ഇജാബത്ത് നൽകണേ അല്ലാ. പാവങ്ങളാണ് റബ്ബേ, ആഖിറുസ്സമാനിലെ ചണ്ടി ചവറുകളാണ് അല്ലാ. ചെയ്ത ഇബാദത്തുകളെല്ലാം മോശമാണ് റബ്ബേ, പൊട്ടിപ്പൊളിഞ്ഞതാണ് അല്ലാ. എന്നാലും ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം നീ പൊരുത്തപ്പെടുന്ന സമയമായി കബൂലാക്കണേ അല്ലാ. മൺമറഞ്ഞുപോയ ഞങ്ങളുടെ വാപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ, ഭാര്യമാര്, മക്കൾ, അയൽവാസികൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ പലരും മണ്ണറയിലാണ് അല്ലാ. ഖബർ സന്തോഷമാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അവർക്ക് ചെയ്യാൻ അവസരം നഷ്ടപ്പെട്ട 6 അടി മണ്ണിൽ ഏകരായി കഴിയുകയാണ്. ഞങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് അവരുടെ അർവാഹിലേക്കും നീ ചേർക്കണേ അല്ലാ. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. നാളെ മരിച്ച് ഞങ്ങളും 6 അടി മണ്ണിൽ കിടക്കുന്ന സമയം റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളെ നൽകണേ അല്ലാ. നല്ല സന്താന തലമുറയെ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെയും അവരെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾ റബ്ബേ, ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ, ഞങ്ങളുടെ ഉസ്താദുമാർ റബ്ബേ, സകലരെയും നാളെ പുന്നാര നബി തങ്ങളുടെ സ്വർഗത്തോപ്പിൽ ആ പരിശുദ്ധ ജിവാറിലൊന്നൊരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. നീയൊന്ന് കബൂലാക്കണേ അല്ലാ. അവസാനം നിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയൊക്കെ നീ ചേർക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു ഏറ്റെടുക്കട്ടെ. എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത, അവസാനം വരെ പങ്കെടുത്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും റബ്ബേ, അവരെ നീ കബൂലാക്കണേ അല്ലാ. ഖൽബിലെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കിട്ടണം ഇൻഷാ അല്ലാഹ്. അത് അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് സാന്ത്വനം ലഭിക്കുന്ന മജ്ലിസായി മാറണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഇതുപോലെ നമ്മുടെ മജ്ലിസിൽ കണ്ടുമുട്ടാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.